ഹലോ, ഇത് എല്ലാറിൻ്റെ ട്രാവൽ സ്റ്റോറിയാണ്. എല്ലാർക്ക് വേണ്ടി എല്ലാവരുടെ കസിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ട്രിപ്പ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം. പിന്നെ ഈ റിസ്ക് ഞാൻ എടുക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ ചൈൽഡ്ഹുഡിലെ ബെസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് നോ ഡൗട്ട് കസിൻസിൻ്റെ ഒക്കെ കൂടെ ഉള്ളതാ. 1 2 3 ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്ട്രെസ്സ്. 1-2 ചേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഈ വണ്ടി അപ്ലോഡ് ചെയ്യുമ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴും പെട്ടി പുറത്ത് വിട്ട് പോവോ, കുട്ടി അകത്ത് വിട്ട് പോകുമോ എന്നുള്ള ടെൻഷനാണ്. ലാസ്റ്റത്തെ ട്രെയിൻ ക്യാൻസൽ ആവുകയും ചെയ്തു. അതും കൂടി ആയപ്പോൾ ആകെ സ്ട്രെസ്സായി. ഒരു കുട്ടി, ഒരു പെട്ടി, അതിൻ്റെ വണ്ടി, ട്രെയിൻ ക്യാൻസലേഷൻ, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ചേഞ്ച്, എല്ലാം കൂടെ അവസാനം ഒരു ഊബർ ബുക്ക് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ആണെങ്കിലും ഇവളൊന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നിർവാണ സ്റ്റേജിലെത്തി. കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ളൊരു ഫ്ലൈറ്റ്. ഗിവപ്പ് ചെയ്തില്ല, പോയി നോക്കി, ഭാഗ്യത്തിന് കിട്ടി. ഈ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ബാറ്ററി ഫുള്ളായി. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. പക്ഷെ എൻ്റെ തലയിൽ അപ്പോഴും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമല്ലോ, കംപ്ലയിൻറ്റ് ചെയ്യണമല്ലോ എന്നായിരുന്നു. ഈ സമയമായപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ടയേർഡായി. എനിക്കാണെങ്കിൽ അജുനെ മിസ് ചെയ്യാനും തുടങ്ങി. ലാൻഡ് ചെയ്ത് ബോർഡർ ചെക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി. നോർവേയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ബ്രദറിനെ പിക്ക് ചെയ്യാൻ പുറത്തെത്തി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാകെ എക്സൈറ്റഡ് ആയി. ആൻഡ് ദ മൊമെൻ്റ് ഐ സോ ഹിം, എനിക്ക് ശരിക്കും വീട്ടിലെത്തിയ പോലെ തന്നെ തോന്നി. എയർപോർട്ടിൽ നിന്ന് ഒരു 1/2 hour റൈഡ്, അപ്പോഴേക്കും വീട്ടിലെത്തി. താത്ത അവിടെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവർ തമ്മിൽ പെട്ടെന്ന് സിങ്കായിട്ടാ. ഇനി ഇവിടെ വെച്ചാൽ ഞാൻ എൻ്റെ ചാനൽ റിവീൽ ചെയ്യണേ. ഇതാട്ടോ റിയാക്ഷൻ. ഇനി ഇത്രയും പ്ലാൻ ചെയ്തിട്ടും എൻ്റെ കയ്യിൽ നിന്നിറങ്ങിയ എക്സ്പെൻസ് ഞാൻ തിരിച്ചു പിടിച്ചത് എങ്ങനെയാണെന്ന് പറയാം. ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. 15 മിനിറ്റ് ഡിലേ ആയാൽ തന്നെ ഡിലേ റീപേ സ്കീം വെച്ചിട്ട് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റും. 2 മണിക്കൂറിൻ്റെ മേലായതുകൊണ്ട് പിന്നെ എനിക്ക് ഫുൾ റീഫണ്ടായി. ഞാനാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. ഏത് ട്രെയിൻ ഓപ്പറേറ്റർ ആയാലും അവരുടെ വെബ്സൈറ്റിൽ കയറി കോൺടാക്ട് അസ് പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ സബ് കാറ്റഗറിയിൽ ഡിസ്ട്രപ്ഷൻ കൊടുത്തു. ഒന്നെങ്കിൽ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി എടുത്തിട്ട് അവർക്കൊരു മെയിൽ അങ്ങോട്ട് അയയ്ക്കുക. ഞാൻ അതിൻ്റെ കൂടെ ടിക്കറ്റ്സും റിസീപ്റ്റും സ്ക്രീൻഷോട്ട് വരെ അയച്ചു കൊടുത്തു. ഭാഗ്യത്തിന് അത് കിട്ടി. അതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം വേണ്ടി വന്നില്ല. അങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നോർവേയിലെ ബാക്കി വിശേഷങ്ങളായിട്ട് പാട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.